ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഓട്സും മുട്ടയും കൂടി വെച്ചിട്ട് ഒരു ഹെൽത്തി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓട്സ് വെച്ചിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഓട്സ് ഒരു ഗ്ലാസ്, ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഞാൻ ഒരു പകുതി തക്കാളി, വലിയ തക്കാളി ആയിരുന്നു, അപ്പം അതിൻ്റെ പകുതി ഞാൻ ഇതേപോലെ ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഇഞ്ചി. പിന്നെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. നിങ്ങളൊക്കെ അതിൻ്റെ എരിവിനനുസരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ. പിന്നെ ഞാൻ കറിവേപ്പില എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ആഫ്രിക്കൻ മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ സവാള ഞാൻ ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ചെറുതാക്കി നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉപ്പും. ഇത്രയും സാധനങ്ങളാണ് ഈ റെസിപ്പി ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ഇനി ഈ ഓട്സ് ഉണ്ടല്ലോ, ഈ ഓട്സ് ഈ മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഞാൻ അതിന് വേണ്ടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി പൊടിച്ചു കൊണ്ടുവരാം. ഞാനിവിടെ നന്നായി പൊടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതിന് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിൽ തന്നെ ഈ മുട്ടയും കൂടി ഒന്നുകൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതെല്ലാം നിങ്ങൾ സ്പൂൺ കൊണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിതൊന്ന് മിക്സിയിലിട്ടിട്ട് തന്നെ, ജാറിലിട്ടിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഈ ഓട്സ് പൊടിച്ചതിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ടതിൻ്റെ ശേഷം വെള്ളം ഒഴിച്ചിട്ടല്ലേ ഒന്ന് കലക്കി വെക്കാം. അതിന് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി കൊടുക്കണം. ഒന്ന് ഇതേപോലെ കലങ്ങിയിരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ നമ്മളിവിടെ നുറുക്കി വെച്ചിട്ടില്ലേ, അതൊക്കെ കൂടി ഒന്ന് വഴറ്റിയിട്ട് എടുത്ത് വരാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. നമ്മളുടെ കടുക് ഇവിടെ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുത്തു. ഉഴുന്നും പരിപ്പും കൂടെ മൂത്ത് വരുന്നുണ്ട്. നമുക്ക് ഈ സവാള ഉണ്ടല്ലോ, സവാള ചെറുതാക്കി കട്ട് ചെയ്തത് അതാണ് ഇട്ട് കൊടുക്കാം. സവാളയുടെ ഒപ്പം തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി ഇതും കൂടി ഒന്നിച്ച് കിടന്നിട്ടാവട്ടെ. ഒന്നും കൂടി ആയതിന് ശേഷം നമുക്ക് ഈ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി നന്നായിട്ട് ഒന്ന് അങ്ങോട്ട് ഉടഞ്ഞ് വന്നോട്ടെ. ഇതൊപ്പം തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് ഇങ്ങനെ ഉടഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. മറ്റേ എന്താ പറയുക, ഓട്സിൽ നമ്മളവിടെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒന്നുകൂടി വഴണ്ടി വരട്ടെ. നമ്മളുടെ സവാളയും തക്കാളിയും എല്ലാം വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്നിരുന്ന് ആറട്ടെ.
നമ്മളിവിടെ ഈ ഓട്സ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് നമുക്ക് ഇനി മുട്ട ബീറ്റ് ചെയ്ത് വെച്ചത് അവിടെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും നമ്മളുടെ ആ വളർത്തിയെടുത്തതൊക്കെ ഒന്ന് ആറി വരും ചെയ്യട്ടെ. ഓട്സ് എടുക്കണതിനനുസരിച്ചിട്ട് നമുക്ക് മുട്ട വേണമെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ. നമുക്കിനി ഇതിലേക്ക് ഈ വളർത്തി വെച്ചിട്ടുള്ള ഈ സവാളയും തക്കാളിയും എല്ലാം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നമുക്കുണ്ടല്ലോ ഇതിപ്പോ ഒരു ദോശമാവിന്റെ പോലെയാണ് കേട്ടോ വേണ്ടത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടി വെള്ളം ഒന്നാക്കാം. ഇതേപോലെ ആക്കിയാൽ മതി, ദോശമാവിൻ്റെ അതേപോലെ. ഇനി ഇതുണ്ടാക്കാനൊക്കെ നോക്കാം. കുറച്ച് ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. ഇരിക്കും തോറും കണ്ടില്ലേ കട്ടയിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ദോശമാവിൻ്റെ കണക്കിലാണ് നമുക്ക് ഈ മാവ് തയ്യാറാക്കേണ്ടത്. ഞാൻ ദോശച്ചട്ടി ഇവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്, അതൊന്നും കൂടി ചൂടായി വരട്ടെ. നമ്മുടെ ദോശച്ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വല്ലാത്ത ദോശ പോലെ പരത്തൊന്നും വേണ്ട കേട്ടോ. പരത്തണം എന്നുണ്ടെങ്കിൽ പരത്താം, അത്ര തന്നെ വേണ്ടു. സന്തോഷ ഉള്ളിയും എല്ലാതും ഇട്ട കാരണം നമ്മൾ കുറച്ച് കട്ടിയിലാണ് ഇത് ഉണ്ടാക്കുക. നമുക്കിത് അങ്ങോട്ട് മൂടി വെച്ച് കൊടുക്കാം. നമുക്കിനി ഇതോട് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ നല്ല കളറും ഒക്കെ ആയിട്ട്. ഇതെന്താന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഇങ്ങനത്തെ ഉള്ളി തക്കാളി പിന്നെ എന്താ പറയാ അതിൽ ഉഴുന്നും പരിപ്പ് ഇടയിൽ കടിക്കുന്നുണ്ട്, കടുക്, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിലേക്ക് നമുക്ക് കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കറി ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിനി ഇത് വാങ്ങി വെക്കാം. കണ്ടില്ലേ നല്ല കളറൊക്കെ ആയിട്ട്. നമുക്കൊന്നുകൂടി പാർന്നു കൊടുക്കാം. നമുക്കിനി ഒന്നുകൂടി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ചോ. ഇതേപോലെ നമുക്കിനി എല്ലാതും ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ടയും ഓട്സും കൂടി വെച്ചിട്ടുള്ള ഹെൽത്തി ഫുഡ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. എന്താ അതിൻ്റെ പ്രത്യേകത എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കറികളൊന്നും കൂട്ടണമെന്നില്ല. എന്താണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് തക്കാളി എന്താ പറയുക സവാള അങ്ങനെ പിന്നെ അതിലിടയിൽ കടിക്കാനാണെങ്കിൽ നമ്മൾ അതിൽ ഉഴുന്നും പരിപ്പ് കടുക് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇടയിൽ കടിക്കാനും ഉണ്ട്. നമുക്ക് നല്ല എരിവുണ്ട് പച്ചമുളക് ഇട്ട കാരണം. അപ്പോൾ നമുക്ക് കറിയുടെ ആവശ്യമൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കറിയൊക്കെ കൂട്ടി കഴിച്ചോളോട്ടെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് എന്നാലിനി അടുത്ത വീഡിയോയിൽ കാണാം.